ബാസിൽ സർ, നെസ്ലേന്റെ സെർലാക് പ്രൊഡക്റ്റിൽ എന്തോ പ്രശ്നമുണ്ട് ന്യൂസ് കാണണ്ടല്ലോ. അതെന്താന്ന് ചോദിച്ചാല് ഇപ്പൊ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നെസ്ലെ യൂറോപ്പിലൊക്കെ വിൽക്കുന്ന ബേബി ഫുഡിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അത് WHO പറഞ്ഞിട്ടുണ്ട്, ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല ബേബി ഫുഡിൽ എന്നുള്ളത്. പക്ഷേ ആഫ്രിക്കൻ അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിൽ, ഇപ്പൊ ഇന്ത്യ പോലുള്ള കൺട്രീസിലൊക്കെ അങ്ങനെയുള്ള ഷുഗർ ആഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ ബേബി ഫുഡ്, ഇപ്പോൾ സെർലാക്ക് പോലെയുള്ള പ്രോഡക്ട്സ് ഒക്കെ പുറത്തിറക്കുന്നത് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതാണ് ആ ന്യൂസിലുള്ളത്. ഷുഗർ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ WHO ഒക്കെ അത് ഒഴിവാക്കാൻ പറയുന്നത്. ബേബി ഫുഡിൽ സപ്ലിമെന്ററി ഷുഗർ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ക്രോണിക് ഡിസീസസ് ആയിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസ് പോലെ, അതുപോലെ തന്നെ ഒബീസിറ്റി, ഡെന്റൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ബേബി ഫുഡിൽ സപ്ലിമെന്ററി ഷുഗർ ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. യൂറോപ്പിലൊക്കെ അത് പാലിക്കുകയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് കമന്റ് ചെയ്യുക.